സോ ഗൈസ്, ബൈനറി ഓപ്പറേഷനിലെ ബൈനറി അഡീഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ബൈനറി അഡീഷന് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. 0 + 0 ഒബ്വിയസ്ലി 0 ആയിരിക്കും. 0 + 1 ചെയ്താലും 1 + 0 ചെയ്താലും ഉത്തരം 1 ആയിരിക്കും. ഇനി 1 + 1 നമുക്കറിയാം, ഡെസിമലിൻ്റെ കേസിൽ 1 + 1 എന്ന് പറയുമ്പോൾ 2 ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ബൈനറി അഡീഷനാണ്. അപ്പോൾ നമ്മൾ 1 0 ആണ് ഇടുന്നത്. അതിൽ ഈ 0 എന്ന് പറയുന്നതാണ് സംഖ്യയും ഈ 1 വന്നിരിക്കുന്നതില്ലേ, ഇതിനെയാണ് ക്യാരി എന്ന് പറയുന്നത്. ശിഷ്ടം, അത്രേ ഉള്ളൂ. ഇതാണ് ബൈനറി അഡീഷൻ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഇതെന്നാണെന്നറിയാമോ? ഈ രണ്ട് എന്ന് പറയുന്നതിനാണ് ബേസ് എന്ന് പറയുന്നത്, അഥവാ റാഡിക്സ് എന്ന് പറയും. ബേസ് 2 ആണെങ്കിൽ ഇത് ബൈനറി നമ്പർ ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ സംസാരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ബൈനറി അഡീഷനിലോട്ട് നോക്കാം. അപ്പോൾ ബൈനറി അഡീഷൻ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് 0 + 1 1 ആണ്. 1 + 1 2 ആണ്. അതിൽ 0 ആൻസറായിട്ടും 1 ശിഷ്ടമായിട്ടും വരും. 1 + 1 + 1 3 ആണ്. അപ്പം ഈ 3ക്ക് ഒപ്പമായ ബൈനറി സംഖ്യ എന്ന് പറയുമ്പോൾ 1 1 ആണ്. അപ്പോൾ അതേ സംഭവം ഇവിടെ നോക്കുവാണെങ്കിലോ, ഇവിടെ 1 എഴുതി, ശിഷ്ടം 1 എഴുതി. ഈ 1 ഇതിൻ്റെ കൂടെ കൂട്ടുക. 1 + 0 + 0 1. 1 + 1 0 വിത്ത് ക്യാരി 1. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു രണ്ട് ഡെസിമൽ സംഖ്യകളുടെ അഡീഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പോലെ വേണമെങ്കിൽ നമുക്കിവിടെ സീറോസൊക്കെ ആഡ് ചെയ്യാം. ഇവിടെയും 0 ആഡ് ചെയ്യാം, ഇവിടെയും വേണമെങ്കിൽ 0 ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തെന്നും പറഞ്ഞ് വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. ഇവിടെ എന്തുകൊണ്ട് വാല്യൂ വ്യത്യാസം വരുന്നില്ലെന്ന് അറിയാമല്ലോ. ഇവിടെ പോയിൻ്റാണ്. പോയിൻ്റ് വലതുവശത്ത് 0 വന്നാലും വലിയ വ്യത്യാസം വരത്തില്ല. നമുക്കപ്പോൾ അഡീഷൻ ചെയ്യാം. 1 + 0 1, 0 + 1 1, പോയിൻ്റ് 1, 0 + 1 1, 1 + 1 1 0 ആണ്. 0 ഇവിടെ ശിഷ്ടം 1, അതായത് ക്യാരി 1. 1 + 1 2 ആണ്. 0 1. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനിയും ബൈനറി സബ്ട്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ അഡീഷന് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയും മനസ്സിലാക്കാനുണ്ട്. 0 - 0 0 ആണല്ലോ. അതുപോലെ 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. 1 - 0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി 0 - 1 ഇതെങ്ങനെ ചെയ്യും? 0യിൽ നിന്ന് 1 പോകുമോ? അപ്പോൾ നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 0 - 1 ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1 ഉണ്ടെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. 1 ഉണ്ടെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഈ 1നെ ഇങ്ങോട്ട് കടമെടുത്തു. അപ്പോൾ ഇതെന്തായി? 1 0. 1 0 എന്ന് പറയുന്നത് ഡെസിമലിൽ 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. 2ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 1 ആണ്. ആ 1 ഞാനിവിടെ എഴുതി. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് 0 - 1 എന്ന് പറഞ്ഞു 1 ആയി.
ഇതെന്ന് പറയുന്ന ഡിഫറൻസ് ആണ്. ഈ ബോറോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കടമെടുത്തു എന്ന് പറഞ്ഞ സാധനം, ഈ 0-1ൻ്റെ കേസ് നമ്മൾ ഏതാണ് കടമെടുത്തത്? 1 ആണ്. 1. ഈ കേസിലൊന്നും നമ്മൾ ഒന്നും കടമെടുത്തിട്ടില്ലായിരുന്നു. സോ അവിടെയൊക്കെ നമുക്ക് ബോറോയുടെ വാല്യൂ 0 ആണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് 0-1 എന്ന കേസാണ്. നമുക്കിവിടെ എന്താണ് ഈ 1 ബോറോ എടുക്കാം. 2 - 1 1 ആണ്. ഇത് 0 ആണല്ലോ. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കടമെടുക്കാം. അപ്പോൾ ഇത് 2 ആയി. 2ൽ നിന്ന് 1 പോയാൽ 1. ഇതിപ്പോൾ എന്താണ് 0 ആണ്. 0 - 0 0 ആണ്. 1 - 1 0 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 11 കിട്ടും. 11 അല്ല, സോറി 1. ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് ഇത് ചെറിയ സംഖ്യയാണ്, ഇത് വലിയ സംഖ്യയാണ്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കേണ്ട അവസ്ഥയാണ്. നമുക്കതിനെ വേണമെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം എടുക്കുക എന്നുള്ള ഒരു നിയമം എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ എനിക്ക് 0 വേണേൽ ഇടാം, അന്ന് കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ. നിർബന്ധമൊന്നുമില്ല. നമുക്കപ്പോൾ ബൈനറി സബ്ട്രാക്ട് ചെയ്യാം. 1 - 1 0 ആണ്. 1 - 0 1 ആണ്. 0 - 0 0. 0 - 1 ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ കടമെടുത്ത് കഴിയുമ്പോൾ 2 - 1 എന്ന് പറഞ്ഞ രീതിയിലായി. 2 - 1 1 ആണ്. ഓർക്കുക, ചെറുതിൽ നിന്നാണ് നമ്മൾ വലുത് കുറച്ചത്. അപ്പോൾ നമ്മളിവിടെ ആൻസർ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ അതിൻ്റെ സൈനും ഇടണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. സോ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളായിട്ടുള്ള സാധനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. 0 × 0 0 ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1 × 0 എന്ന് എഴുതിയാലും 0 × 1 എന്ന് എഴുതിയാലും 0 തന്നെയാണ്. 1 × 1 1 ആണ്. ഇത്രയേ ഉള്ളൂ നിയമം. ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയേ. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. നോക്കാം. 1 × 0 0 0. 1 × 1 1. ഇത് 3 0, എല്ലാം 0 ആണല്ലോ. 2 3 4. ഇനിയും ഇതൊന്ന് നേരെ എഴുതിയാൽ മതി. 0 0 1 1. ഇവിടെ ഇനിയിപ്പോൾ എന്താണ് വരുന്നത്? ബൈനറി അഡീഷൻ. നോക്കാം. 0 0 1 1 1 1. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം കഴിഞ്ഞ പാർട്ടിലെ വീഡിയോ ഇല്ലേ, അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഡെസിമൽ, ഹെക്സാഡെസിമൽ, ബൈനറി, ഇവയെക്കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.